തൃശൂരിൽ കർണാടക KSRTCയിൽ നിന്ന് 62.5 ലക്ഷം രൂപ പിടികൂടി എന്നൊരു വാർത്ത വരുന്നു. മുടിക്കോട് ദേശീയപാതയിലാണ് ബംഗളൂരു കൊച്ചി കർണാടക KSRTCയിൽ നിന്ന് പണം പിടികൂടിയത്. ജെയ്സൺ ചമ്മോളപ്പിലോട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, തിരഞ്ഞെടുപ്പ് കാലമാണ്, കള്ളപ്പണം പിടികൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. 62 ലക്ഷമാണ് പിടികൂടിയത്. ആർക്കു വേണ്ടി കൊണ്ടുവന്നു, ആര് കൊടുത്തു വിട്ടു, എന്തെങ്കിലും സൂചനകളുണ്ടോ ജെയ്സൺ ചമ്മോളപ്പിൽ? അരുൺകുമാർ, തൃശൂർ വടുക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ 62,50,000 രൂപ പിടികൂടി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരത്തി വെച്ചിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. നോട്ട് കെട്ടുകളാണ്, ഇലക്ഷൻ സമയമാണ്, വിശദമായ പരിശോധന നടക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ദേശീയപാതകളിലും അതുപോലെ തന്നെ സംസ്ഥാന പാതകളിലൊക്കെ തന്നെ വലിയ തോതിൽ പരിശോധന ഇലക്ഷന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് 62,50,000 രൂപ പിടികൂടിയിരിക്കുന്നത്. എക്സൈസും അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു പിടികൂടി? ഞങ്ങളിപ്പോൾ തൃശ്ശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും പിന്നെ തൃശ്ശൂർ എക്സൈസ് ഇന്റലിജൻസും കൂടെ ചേർന്നാണ് സംയുക്തമായിട്ടാണ് രാവിലെ വാഹന പരിശോധന നടത്തിയത്. അതിലാണ് നമ്മൾ ഈ തുകയായിട്ട് ഒരു ആളെ പിടിച്ചത്. ഏകദേശം 62.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കർണാടകയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വിറ്റ വകയിൽ കിട്ടിയ പൈസയാണെന്നും ഇത് കൊച്ചിയിൽ മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അഡ്വാൻസ് വെക്കാൻ വേണ്ടി പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കൊച്ചിയിൽ ആർക്കാണെന്നോ അയാളുടെ പേര് വിവരങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അത് മാത്രമല്ല, ഈ ഇത്രയും തുക കൊണ്ടുപോകുന്നതിനായിട്ടുള്ള യാതൊരു ഡോക്യുമെന്റ്സ് ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഇപ്പോൾ KSRTC കർണാടക ബസ്സിലായിരുന്നു. കർണാടക KSRTC ബസ്സിൽ നിന്നായിരുന്നു. ഏത് സമയത്തായിരുന്നു? ഉദ്ദേശം ഒരു 7 മണിയോടുകൂടി ഞങ്ങളിത് കേസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നോ? അങ്ങനെയാണോ? ഇല്ല, നമുക്ക് നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായ വാഹന പരിശോധന നടത്തണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ വാഹന പരിശോധന നടത്തിയത്. നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വാഹന പരിശോധനയാണ്. അതിലാണ് നമ്മളിങ്ങനെ ഈ പൈസ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ പേരെന്താ? ഇദ്ദേഹത്തിന്റെ പേര് ഉദയ് ശങ്കർ. ഏത് സ്വദേശിയാണ്? കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ എവിടെയുള്ള ഭൂമി വിറ്റു എന്തെങ്കിലും പറയുന്നത്? കർണാടകയിലുള്ള ഒരു ഭൂമി വിറ്റെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനൊരു തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. പിന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്റ്സും ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്ന പോലും അറിയില്ല. കർണാടകത്തിൽ എവിടുന്ന കൊണ്ടുവരുന്നത്? അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. എറണാകുളത്തെയാണ് കൊണ്ടുപോകുന്നത്? കൊച്ചിയിലൊക്കെ കൊണ്ടുപോകുന്നു. അതെ. അപ്പൊ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നതാണോ നിങ്ങൾ സംശയിക്കുന്നത്? നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മറ്റു ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ആദായ നികുതി വകുപ്പ് വന്നിട്ട് അവിടെ അന്വേഷണം നടത്തിയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പൈസ കണ്ടുകിട്ടും. ഇപ്പൊ ആദായ നികുതി വകുപ്പിന് കൈമാറും. അവർ വരുന്നുണ്ട്. ഡോക്യുമെന്റ് കൊണ്ടുവന്നാൽ കൈമാറും? അല്ല, ആദായ നികുതി വകുപ്പിൽ ഞങ്ങളിത് കൈമാറും. അവർക്ക് ഡോക്യുമെന്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പിന് വേണമെങ്കിൽ പൈസ വിട്ടു കൊടുക്കാം. കൃത്യമായ ഡോക്യുമെന്റ് ഹാജരാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ പിടിച്ചിട്ടുണ്ടോ അവിടെ പൈസ? ഇല്ല, പൈസ നമ്മൾ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. മറ്റു കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും നമ്മൾ പിടിക്കുന്നുണ്ട്. അരുൺകുമാർ, സ്വാഭാവികമായ ഇലക്ഷൻ സമയമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദേശീയ പാതകളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. ഇത്രയും വലിയ പണം അങ്ങനെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എത്ര സുരക്ഷിതത്വം ഇല്ലാതെ കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് ബസ്സിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായ പരിശോധന ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അവിടെ വിറ്റ ഭൂമിയുടെ പണം കൊണ്ട് കൊച്ചിയിൽ കൊണ്ട് നിക്ഷേപിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് നിയമപരമായിട്ടൊന്നും നിലനിൽക്കുന്ന കാര്യമില്ല. ഇൻകം ടാക്സിന് കൈമാറും പണം, അതിനുശേഷം വിശദമായ പരിശോധന നടത്തും. അവർ രേഖകൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ പെനാൽറ്റി ഉൾപ്പെടുത്തി ഏറ്റെടുത്തുകൊണ്ട് പണം തിരികെ നൽകുക. അത്തരം നിയമപരമായ നിരവധി വിഷയങ്ങളുണ്ട്. ഏതായാലും ഈ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിൽ പിടികൂടുന്ന ആദ്യത്തെ വൻ തുകയാണ് ഇപ്പോൾ മുടിക്കോട് നിന്ന് പിടികൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആരുടേതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 62 ലക്ഷം രൂപയാണ് പിടികൂടിയിരിക്കുന്നത്.